ഹായ്, എല്ലാവർക്കും നമസ്കാരം. നമ്മൾ പലരും ജോലിക്ക് പോകുന്നവരായിരിക്കും. എത്ര സാലറി കിട്ടിയാലും അത് ഒന്നിനും തികയുന്നില്ല എന്നുള്ള ഒരു ചിന്താഗതിക്കാരായിരിക്കും നിങ്ങൾക്ക്. പലപ്പോഴും നമുക്ക് പല കാര്യങ്ങളും കൂട്ടി യോജിപ്പിക്കാൻ പറ്റാതെ വരുന്നു. ഒരു 15-ാം തീയതി അല്ലെങ്കിൽ ഒരു 10-ാം തീയതിയൊക്കെ കഴിയുമ്പോഴത്തേക്ക് കയ്യിലൊരു പൈസ ഇല്ലാതെ വരുന്നു. എന്തുകൊണ്ടാണ് ഇങ്ങനെ വരുന്നതെന്നറിയാമോ? പ്രോപ്പറായിട്ട് മണി മാനേജ്മെൻറ്റ് അറിഞ്ഞുകൂടാത്തത് കൊണ്ടാണ്. ഈ മണി മാനേജ്മെൻറ്റ് ചെയ്യാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമ്മുടെ വരവിനനുസരിച്ച് നമ്മൾ ചിലവാക്കാൻ ആദ്യം പഠിക്കണം. നമ്മൾ ഓരോ കാര്യങ്ങൾക്കും ഓരോരോ രീതിയിൽ നമ്മൾ സേവ് ചെയ്യണം. നമ്മുടെ വീട്ടിലെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ക്യാഷ്, അതുപോലെ ലോൺ അടയ്ക്കാനുള്ള ക്യാഷ്, അങ്ങനെ ഓരോ കാര്യങ്ങൾക്കും ഉള്ള കാശ് നിങ്ങൾ സെപ്പറേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു പരിധിവരെയൊക്കെ ഈ ഒരു അവസ്ഥയെ മറികടക്കാനായിട്ട് പറ്റും. പണ്ടുള്ള ആൾക്കാർ ചെയ്യുന്നത് കണ്ടിട്ടില്ലേ? ശമ്പളം കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ വീട്ടിൽ മുതിർന്ന ആൾക്കാർ എപ്പോഴും ഒരു എൻവലപ്പ് എടുത്തിട്ട് ഓരോന്നിനുമുള്ള ക്യാഷ് അതിനകത്താക്കി വെക്കും. കറണ്ട് ബില്ല് അടയ്ക്കണമെങ്കിൽ, വാട്ടർ ചാർജ് അടയ്ക്കണമെങ്കിൽ, അതുപോലെ വേറെ എന്തെങ്കിലും കാര്യങ്ങൾക്കൊക്കെ അടയ്ക്കാനുള്ള ക്യാഷൊക്കെ അവർ ഓരോ കവറിലിട്ട് അതിൻ്റെ പുറത്ത് പേരെഴുതി വെക്കും. ഇന്ന് അങ്ങനെയൊന്നും ചെയ്യണ്ട, പക്ഷേ നമുക്കത് ബാങ്കിലേക്ക് മാറ്റാൻ പറ്റും. നമുക്കൊരു 2-3 ബാങ്ക് അക്കൗണ്ട് ഉണ്ടെങ്കിൽ ഓരോ കാര്യങ്ങൾക്കുമുള്ള അക്കൗണ്ടിലേക്ക് നമുക്ക് ക്യാഷിനെ മാറ്റിയിട്ട് കഴിഞ്ഞാൽ നമ്മളുടെ ആവശ്യങ്ങൾക്കുള്ള പൈസ അതിനകത്ത് സേഫായിരിക്കും. ഞാൻ ജയന്തി പ്രകാശ്. നിങ്ങൾക്ക് ഇതുപോലെയുള്ള ചെറിയ ചെറിയ ഹെൽത്ത് ടിപ്പുകളുമായിട്ട് ഇനിയും ഞാൻ വരും. വെൽത്ത് നന്നായാലേ നമുക്ക് ഹെൽത്ത് നന്നാക്കാൻ പറ്റൂ. ഇല്ലയെന്നുണ്ടെങ്കിൽ നമ്മൾ കുറേ ടെൻഷനായിട്ട് പല അസുഖങ്ങളും വരുത്തി വെക്കും. അതുകൊണ്ട് കൂടുതൽ അറിയാനായിട്ട് നിങ്ങളെൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യുക. ഞാൻ നമ്പർ താഴെ കൊടുക്കുന്നുണ്ടാവും. കൂടുതൽ കാര്യങ്ങൾ അറിയണമെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ ഗ്രൂപ്പിൽ വന്നിട്ട് ചോദിക്കാം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു.